അപ്പം നമ്മൾ തിരിച്ചു വരേണ്ട താരം ലിയണൽ ആൻഡ്രേസ് മെസ്സി. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ഒരേ സ്വരത്തിൽ അർജൻറ്റീന ജയിക്കണം, അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൽ മൊത്തം അർജൻറ്റീനയുടെ സ്വരം മാത്രമാണ്. സൈഫുക്ക പറഞ്ഞ് ഞാൻ നിർത്തിപ്പിച്ചൊരു സംഭവമുണ്ട്, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ കൂടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെസ്സി വിരമിച്ച സൈഫുക്കാൻ്റെ കവിതയും നിൽക്കട്ടോ എന്ന് വെച്ചാലേ, ലയണൽ മെസ്സി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാളുടെ കരിയർ 2 ഘട്ടങ്ങളാണ്. ഒന്ന് 2016 കൊപ്പ സെൻറ്റിനാരിയോടുകൂടി തീർന്നുപോയി. അന്ന് അയാൾ റിട്ടയർ ചെയ്തു. പിന്നെ അയാൾ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ 2006 അയാൾ ഫസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുന്നു. 2007 കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന ബ്രസീലായിരുന്നു ഫൈനൽ. ഒരുപക്ഷെ ആ ഫൈനൽ ആ ഘട്ടത്തിൽ അയാൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കോപ്പ അയാൾ നേടേണ്ടതാണ്. അതിഗംഭീര ടീമായിരുന്നു. വെച്ചാൽ റിക്വൽമിയും ഐമറും ഹെയ്ൻസയും വെറോണും ടെവസും ഒക്കെ ഉള്ള അതിഗംഭീര ടീം. മാസിലോ ബാസിലായിരുന്നു കോച്ച്. 2007 കോപ്പ അമേരിക്ക ബ്രസീലായിട്ടായിരുന്നു. അതിഗംഭീരമായ വരവാണ് ഫൈനൽ വരെ വന്നത്. പക്ഷേ 3 ഗോളിന് ബ്രസീലിനോട് തോറ്റ്. ബ്രസീലാവട്ടെ ഒരു ശരാശരി ടീം. അല്ലല്ല ബാസിലായിരുന്നു. പെക്കർമാൻ 2006 വേൾഡ് കപ്പ് തോറ്റോടുകൂടി അയാൾ വിരമിച്ചു. ആൽഫിയോ ബാസിലെ വരുന്നു. ആൽഫിയോ ബാസിലെ 2007 ആൽഫിയോ ബാസിലെ രാജിവെച്ചതിനു ശേഷമാണ് മറഡോണ വരുന്നത്. അപ്പോൾ റിക്വൽമി അടക്കമുള്ള അപ്പോ ഫൈനലിൽ മറ്റേ ലോങ് റേഞ്ചറില്ലേ ആരൊക്കെ അടിച്ചത്? അഡ്രിയാനോ ഉണ്ട്. പിന്നെ നമുക്ക് കക്കയൊന്നുമില്ല ടീമിലൊന്നും. വേറെ നമുക്ക് പരിചയമില്ലാത്ത കോൺഫെഡറേഷൻ കപ്പായിരുന്നു അഡ്രിയാനോ അടിച്ചത്. ഇത് അഡ്രിയാനോ അല്ല സ്കോർ ചെയ്തത്. എനിക്ക് തോന്നുന്നു റൊബീഞ്ഞോ ഉണ്ടോ, അതിലൊന്ന് ഡൗട്ടുണ്ട്. പിന്നെ അപ്പോൾ അന്ന് 2007 വേണമെങ്കിൽ ആ കോപ്പ നേടാൻ കഴിയുമായിരുന്നു. അത് കിട്ടിയില്ല. 2011 കോപ്പയില്ല, 2010 2014 ഫൈനൽ. എന്തായാലും ആ വേൾഡ് കപ്പ് ഇപ്പോഴും ആ ഹിഗ്വൈന് മിസ്സായ പല സംഗതികളും, ആ പലാസിയോസിന് കിട്ടിയ ഒരു ചാൻസ് ഒക്കെ. പലാസിയോസ് അല്ല എന്തായാലും മുടി ഒരൊറ്റ മുടിയുള്ള ഒരു കക്ഷി, അങ്ങനെ തരം. അപ്പം എന്തായാലും നമ്മളിപ്പോഴും അർജന്റീനക്കാർ എസിക്കൽ പലാസിയോസ് അല്ലേ ഇപ്പോഴത്തെ വേറൊരു താരം, ഒരു കഷണ്ടികൾ. യെസ്. അപ്പോൾ ആ 2014 പോകുന്നു. 2015 ഒരു കോപ്പ വരുന്നു. ഈ കോപ്പ എന്തായാലും അയാൾക്കുള്ളതാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലും ഫൈനലിൽ ചിലിയോട് പൊട്ടുന്നു. 2014 ഒരു സെൻറ്റിനാരിയോ വരുമ്പോൾ ഈ സെൻറ്റിനാരിയോ അയാൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നു. അതിലും റോഡ്രിഗോ പലാഷിയോ ആ രണ്ടാമത്തെ തുടർച്ചയായ കോപ്പയിലും അദ്ദേഹത്തിന് നഷ്ടമാവുന്നു. പിന്നെ ലയണൽ മെസ്സി വിചാരിക്കണം, എനിക്കിതില്ല, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല, കിരീടമില്ലാത്ത രാജാവായി അല്ലെങ്കിൽ ഇതിഹാസമായി ഞാൻ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അയാൾക്ക് സ്വന്തമായി തോന്നിയതുകൊണ്ടാണ് അയാൾ അവസാനിപ്പിച്ചു പോകുന്നത്. പിന്നെ അയാളുടെ ഒരു തിരിച്ചുവരവുണ്ട്. അയാളുടെ തിരിച്ചുവരവ് ഷാഫിക്ക 2018 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഇക്വഡോറിനെതിരായ മാച്ച്. ആ മാച്ച് ജയിച്ചിട്ടില്ലെങ്കിൽ അർജന്റീനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ഇന്നേ വരെ, എൻ്റെ ഒന്നും കരിയറിൽ ഇന്നേ വരെ നമ്മൾ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഒരു മാച്ച് എല്ലാ ചാനലുകളും ലൈവ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? വേറെ ഏതെങ്കിലും ഇല്ല. അന്ന് എല്ലാ ചാനലുകളും ലൈവ് ചെയ്തു, തലേന്ന് ചർച്ചകൾ വെച്ചു. ഇത് ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഒരു മാച്ച് ചർച്ചയാണ് ഫുൾ എല്ലാ ചാനലുകളും. കാരണം എന്താ? ലയണൽ മെസ്സിയും അർജന്റീനയും ഈ ലോകകപ്പിലേക്ക് വരുന്നില്ല. ഇക്വഡോറിൽ വെച്ചാണ് ആ മത്സരം നടക്കുന്നത്. നമ്മൾ അതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് ആ മാച്ച് നടക്കുന്നത്. അവിടുത്തെ എന്തൊക്കെയാണ് അർജന്റീനയ്ക്ക് അവിടെ ശ്വാസം മുട്ടാൻ പോകുന്നു, അർജന്റീനയ്ക്ക് എന്തെല്ലാം തിരിച്ചടികൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ ഭയങ്കര ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം ആ മാച്ചിൽ 2 ഗോളാണ് മെസ്സി അടിച്ചത്. 1 ഗോൾ ഡിമാരിയും. അങ്ങനെ മെസ്സിയുടെ ഇരട്ട ഗോളിലാണ് ആ മാച്ച് ജയിച്ചിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. അത് ആ തിരിച്ചുവരവിൽ പല ആളുകളും പറഞ്ഞു, ഈ സെക്കൻഡ് വരവ് എന്ന് വെച്ചാൽ ഇത് അയാളുടെ 2ാം ഘട്ടമാണ്. നമ്മുടെ CKP ഷാനവാസ് ഇല്ലേ, ഫിഫയിലുണ്ടായിരുന്ന നമ്മുടെ ലോജിസ്റ്റിക്സിലുണ്ടായിരുന്ന CKP ഷാനവാസ് ഇവിടെ ചർച്ചയ്ക്ക് വരുമായിരുന്നു. ഒരു ദിവസം സ്പെഷ്യൽ എഡിഷനിൽ അദ്ദേഹം ചർച്ചയ്ക്ക് വന്നിട്ട് ഗോപിയേട്ടനായിരുന്നു ചർച്ച നയിച്ചിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് 2ാം ഘട്ടമാണ്. ഈ 2ാം ഘട്ടത്തിൽ അദ്ദേഹത്തെ കാത്ത് ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുന്നു. ഒരു പക്ഷേ വേൾഡ് കപ്പ് അടക്കം അയാളെ തേടി വരാനിരിക്കുന്നുവെന്ന് അദ്ദേഹം അന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ലയണൽ സ്കലോണി വരുന്നു. ലയണൽ സ്കലോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്ര വലിയ ഒരു
എന്താ പറയുക, ഒരു ലോ പ്രൊഫൈൽ പരിശീലകനായിരുന്നു അദ്ദേഹം. ഒരു എന്താ സാംബോളിയുടെ അസിസ്റ്റൻറ്റ് പരിശീലനമായിരുന്നു. സാംബോളി രാജിവെച്ച് പോയപ്പോൾ ഒരുപാട് ആളുകളുടെ പിന്നാലെ പോയി. പോഷറ്റിനോ, സിമിയോണി, ആളുകളെയൊക്കെ സമീപിച്ചു അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ. പക്ഷേ ഭയങ്കര കാവസ് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ലയണൽ സ്കലോണിയോട് തൽക്കാലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അയാൾ ഇങ്ങനെ കൊണ്ടുനടന്നു. ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ 2-3 മത്സരങ്ങൾ ജയിച്ചു. 2018 കോപ്പയിൽ സെമിയിലെത്തി. അങ്ങനെയെങ്കിൽ അദ്ദേഹം തന്നെ തുടരട്ടെ എന്നായി. ഒരു സീരിയസ്നെസ്സോടു കൂടി അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ പോലും അത് കണ്ടിരുന്നില്ല. പക്ഷേ വിധി അതായിരുന്നു. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും കളിദൈവങ്ങൾ ലയണൽ മെസ്സിയുടെ കൂടെ നിന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ബ്രസീലിൽ വെച്ച് ആദ്യത്തെ കോപ്പ നേടുന്നു, 2022 ലോകകപ്പ് നേടുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ തുടർ തോൽവികളിൽ അയാൾ ഭയങ്കര നിരാശനായിട്ടാണ് കളം വിട്ടത്. തുടർ ജയങ്ങളും തുടർ കിരീടങ്ങളും അയാൾ എങ്ങനെയാണ് പരുവപ്പെടുത്തിയതെന്ന് നമുക്കറിയില്ല. അയാൾ കരിയറിൻ്റെ ഏറ്റവും പീക്കിലാണ് ഇപ്പം കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജയിച്ചാൽ അയാൾ പെട്ടെന്ന് കളം വിടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ ഫിസിക്ക് എന്നെ എത്ര കാലം സംഭവിക്കും അത്രയും കാലം ഞാൻ തുടരുമെന്ന് അയാളും പറയുന്നുണ്ട്. ലയണൽ സ്കലോണി പറയുന്നുണ്ട്. സ്കലോണി പറഞ്ഞു എനിക്ക് വേറൊരു പ്ലാനും ലയണൽ മെസ്സി ഉള്ളിടത്തോളം കാലം വേറൊരു പ്ലാനുമില്ല. പക്ഷെ തോറ്റാൽ ഒരു പക്ഷേ അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഹൈലി ഇമോഷണലാണ് കക്ഷി എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇമോഷൻ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും. പിന്നെ കുടുംബത്തിൻ്റെ തീരുമാനമൊക്കെയാണ്. കുടുംബം എന്ത് പറയുന്നു, മക്കൾ എന്ത് പറയുന്നു എന്ന് വരെ അദ്ദേഹം കേൾക്കും. ഭാര്യ ഓഫ് കോഴ്സ് പറയുന്നത് കേൾക്കും. അപ്പോൾ കുടുംബം പറയുന്നതും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും എല്ലാം കൂടിയിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിക്കേണ്ട ഒരു കാര്യം, ഇത് അയാളുടെ വേൾഡ് കപ്പിൽ ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ ഒരു പക്ഷേ അയാൾക്ക് കളിക്കാൻ കഴിഞ്ഞോളൂ ഒരു നിർബന്ധമില്ല. വന്നാൽ നമുക്കൊരു ബോണസാണ്. പക്ഷേ ഇത് റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് മാക്സിമം എൻജോയ് ചെയ്യുക. ഓരോ നിമിഷവും അയാളുടെ കാലിൽ പന്ത് കിട്ടുന്ന ഓരോ നിമിഷവും, ഓരോ ഡ്രിബിളും, ഓരോ ടച്ചും എല്ലാം നമ്മൾ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള അവസാന അവസരം. നേരത്തെ പറഞ്ഞതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഞാൻ എവിടുന്നോ കേട്ടൊരു സ്റ്റാറ്റ്സാണ്, ഒരു സയൻറ്റിഫിക് സ്റ്റാറ്റ്സ്. അതായത് മെസ്സി ഇപ്പോൾ ഫീൽഡ് കവർ ചെയ്യുന്നത് ഒരു അറൗണ്ട് 6.6 കിലോമീറ്റേഴ്സാണ്. ആ 6.6 കിലോമീറ്റേഴ്സിൽ ആൾ കവർ ചെയ്യുന്നത് 62% നടന്നിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പിലോട്ട് ആ ഒരു 62% 65-75% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പോലും മെസ്സി എന്നുള്ള താരത്തിന് ഹി വിൽ ബി ഏബിൾ ടു സ്റ്റിൽ മേക്ക് ഇറ്റ് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ടൈമിലും ഇപ്പോൾ കളിക്കുന്ന പല താരങ്ങളെക്കാളും ഒരുപടി ഇമ്പാക്റ്റ് ആൾക്ക് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആളുടെ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിന് പുറകെ പോകുന്നുണ്ടെങ്കിലും ഹി ക്യാൻ സ്റ്റിൽ മേക്ക് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ 2030 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടേക്കാം. നമുക്ക് അതങ്ങനെ 2030 വേൾഡ് കപ്പിൽ കാണാതിരിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ അറിയുമോ, മെസ്സി കളി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് വയസ്സന്മാരായി പോകുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ ക്രിസ്ത്യാനോ മെസ്സിനെ നമ്മളൊക്കെ പ്രായമുള്ള നമ്മൾക്ക് ഒരു വയസ്സ് കൂടുതലൊക്കെ ആൾക്കാർ ഇപ്പോഴും കളിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോഴും കളിപ്രായത്തിലാന്നുള്ള ഒരു സംഗതി നമുക്കുണ്ട്. ഇവർ കളി നിർത്തുന്നതോട് കൂടി നമ്മൾ പിന്നുള്ളത് 19 വയസ്സറിയാ മാലൊക്കെ ഉള്ളത്. ഒരു വൺ ഷിഫ്റ്റ് വരെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മധ്യവര കടന്നാൽ നമ്മൾ മെസ്സിയെ തിരയാണ്. മനസ്സിലായോ? മെസ്സി ഇനിയിപ്പോൾ ഒരു വൈഡ് ആംഗിൾ ആണെങ്കിൽ പോലും, ഒരു വൈഡ് വ്യൂ ആണെങ്കിൽ കൂടിയും അയാളിലേക്ക് പന്തെത്തുമ്പോൾ ഒരു മൂവ് ഉണ്ടല്ലോ, ഒരു മുയലൊക്കെ, ഒരു കാട്ടുമുയലൊക്കെ കുതിക്കുന്ന പോലെ, ഒരു കാട്ടുപൂജയൊക്കെ കുതിക്കുന്ന പോലെ അയാളിലേക്ക് പന്തെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മെസ്സിയുടെ കയ്യിൽ പന്തിട്ട്. അതിന് നമുക്ക് കമൻട്രിയുടെ ആവശ്യമില്ല. അപ്പം മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീന മാച്ചിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. മധ്യവര കടന്നാൽ അയാളില്ല എന്നൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡെസ്പറേറ്റ് മൂഡ് വരില്ലേ? ഷാഫി കണ്ടിന്യൂ ചെയ്തു. അതെ, അത് പിന്നെ അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം 2030 വരെ 34 വരെ കളിക്കട്ടെ എന്നൊക്കെയാണ്. അത് ഇയാൾ പ്രായത്തെ ഡിഫൈ ചെയ്യുന്ന പ്ലെയറാണ്. അപ്പം പണ്ടൊക്കെ നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പം എന്നല്ല, നമ്മളൊരു ഫുട്ബോൾ കണ്ട് തുറന്ന കാലമൊക്കെ 32 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 35 ആകുമ്പോഴേക്കും കളിക്കാർ പിന്നെ ബൂട്ട് അഴിക്കാനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കളി നിർത്തി പോകുന്ന ഒരു പ്രായം. കാരണം അവരുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ആ ലെവലിലുള്ള ഇത് പറഞ്ഞ പോലെ 35 വയസ്സിൽ ആൾ വേൾഡ് പഠിക്കുന്നത്. നമ്മൾ വിചാരിച്ച ആൾ അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടെങ്കിൽ തന്നെ സബ്ബൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു കോഡ്സിൻ്റെ പേരിൽ വരും, അല്ലെങ്കിൽ ട്രിബ്യൂട്ടിൻ്റെ പേരിൽ വരുന്നു. ഈ വേൾഡ് കപ്പിൽ ആൾ ടീമിനെ മുന്നിൽ നിന്ന് ഒറ്റക്ക നയിക്കുന്നത്. അയാളുടെ ശരീരത്തിലോ അയാളുടെ ബോഡി ലാംഗ്വേജിലോ അയാളുടെ മെൻറ്റാലിറ്റിയിലൊന്നും നമ്മൾ ഒരിക്കലും തളർന്ന മനുഷ്യനെ കാണുന്നില്ല. അയാൾ ഈച്ച് ആൻഡ് എവറി ഇപ്പോൾ ഫൈനൽ വിസിലിന് തൊട്ടുമ്പോൾ അയാൾ കൊടുക്കുന്ന മോട്ടിവേഷൻ. ഇപ്പോൾ കഴിഞ്ഞ മറ്റേ ഇംഗ്ലണ്ട് മാച്ചിൽ നമ്മൾ കണ്ടല്ലോ, നമുക്ക് ആ ഫസ്റ്റ് ഗോൾ എൻസോ ഫെർണാണ്ടസ് മടക്കിയപ്പോൾ ഉറപ്പിച്ചാണ് കളി ജയിക്കും, അർജന്റീന ജയിക്കുന്നത്. നമുക്ക് വേറെ സംശയമൊന്നുമില്ല. അതെ, അത് ഉറപ്പായി ജയിക്കും. അതിനെന്താ മെസ്സി അവിടെ ഉണ്ട്, അയാൾ നന്നായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ ചാർജഡാണ്. ഇപ്പോൾ നമ്മൾ ഈജിപ്തിൻ്റെ മാച്ച് നമ്മൾ കണ്ടു. ഈജിപ്തിൻ്റെ മാച്ചിൽ ഒരു മൊമെൻ്റ്, പിന്നെ ഇയാൾ ബോക്സിലേക്ക് ഒരു ഓട്ടോ ഓടി കയറിയിട്ട്
ഒരു നല്ലൊരു ഫ്ലിക്ക് കൊടുത്തിട്ട് അത് ലൗത്താറൊക്കെ ഹെഡ് ചെയ്തിട്ട് പക്ഷേ ബോക്സിലേക്ക് പോകത്തൊരു ഒരു മിസ്സിങ് ചാൻസ് ഉണ്ട്. അപ്പോൾ നിലത്ത് കിടന്ന് നോക്കിയ നോട്ടുണ്ട് സിംഹങ്ങളൊക്കെ എടുക്കുന്നത് പോലെ. അപ്പോൾ ചാർജ് ചെയ്യാൻ മനസ്സിലായി. മെസ്സി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. മെസ്സി ചാർജ് ഈ വേൾഡ് കപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ കളിയിലും ചാർജാണ്. അതാണ് ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ 39 വയസ്സ് അയാൾക്കൊരു വിഷയമല്ല. ചിലപ്പം 2030-ലും 30 വരെ കളിക്കാനുള്ളൊരു കോപ്പ് അയക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് കണ്ടു തുടങ്ങിയ ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ട് അല്ലേ. ഈ പണ്ട് പന്ത് കളി കാണാത്ത ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ കണ്ട് അവർ ഈ മെസ്സിയെ കാണുമ്പോൾ അയാളുടെ ഏജ് അവർക്ക് അറിയില്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ടും പറയും അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവുമെന്ന് പറയും, സംശയമൊന്നുമില്ല. അതാണ് ആളുകൾക്ക് അതിനകത്ത് ഈ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സയന്റിഫിക് പരിപാടി പറയാറുണ്ട്. ഇപ്പോൾ ഏജിങ് കർവ് എന്ന് പറഞ്ഞ സംഗതി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു സ്പോർട്സ് പേഴ്സൺസിൻ്റെ സംഭവം ഒരു ഏജിങ് കർവ് വരുന്നുണ്ട്. അത് നല്ല സാധാരണ ഇതിൽ ഫുട്ബോളിൻ്റെ ഏജിങ് കർവ് വരുമ്പോൾ 25 to 27 ആണ് ഒരു പ്ലെയറുടെ ഏറ്റവും പീക്കായിട്ടുള്ള അത്ലറ്റിസിസം വരുന്ന ഒരു കാലഘട്ടം. 25 വയസ്സ് സ്ട്രൈക്കർമാരൊക്കെ ആണെങ്കിൽ അത് ഒരു അറ്റാക്കർമാർക്ക് കുറച്ചും കൂടി നേരത്തെ അയാളുടെ ഫിസിക്കൽ പിന്നെ എന്താ പറയുക വഴക്കം അല്ലെങ്കിൽ അതുപോലെ സ്പീഡ് അതിനൊക്കെ അനുസരിച്ച് 25 വയസ്സ് തന്നെ ഒരു പീക്കിലെത്തും. പിന്നെ താഴോട്ട് കുറഞ്ഞ് വരിക ചെയ്യുക. മിഡ്ഫീൽഡേഴ്സിന് 26-27 വയസ്സ് വരെയൊക്കെ ആവും. ഡിഫൻഡേഴ്സിന് 27 ആ സമയത്തൊക്കെയാണ് അവർ പീക്ക് വരുന്നത്. പിന്നെ താഴോട്ട് പോയിട്ട് അവർ മറ്റേ റയൽ മാഡ്രിഡിൽ നിന്ന് പിന്നെ താഴോട്ട് പോയിട്ട് മറ്റേ അടുത്ത സീസണിൽ മറ്റേ ലോണിൽ പോയിട്ട് സെവിയ കളിക്കുന്നു. പിന്നെ അടുത്ത അങ്ങനെ താണ് പോകുന്ന സംഗതി ഉണ്ടാവും. 32 വയസ്സാകുമ്പോഴേക്കും അതിന് കുടുംബം ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞ തരത്തിലേക്ക് ആവുന്നു. ചില കളിക്കാർ ഇന്ത്യക്കൊക്കെ ഡീഗ് ഓഫ് ഫോറിലാണ് അങ്ങനത്തെ കുറേ പ്ലേസ് ഇന്ത്യക്കൊക്കെ വന്ന് ഓർമ്മയില്ലേ. അതൊക്കെ ഏകദേശം 37 ആ ഏജിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ആ കാലം മെസ്സിന് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് പറഞ്ഞ പോലെ 14 കൊല്ലം കഴിഞ്ഞു. അയാൾക്ക് 39 വയസ്സായി. ഇയാൾ എപ്പോഴും എപ്പോഴാണ് ആ താഴ്ച എന്നുള്ളത് നമുക്ക് ഇല്ല. ഇയാളുടെ കരിയറിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ആൾ കളിക്കുന്ന ആൾ പറഞ്ഞ പോലെ പിന്നെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമൊക്കെ വന്ന് നിരാശനാണ്. പക്ഷെ നിരാശ ഉടനെ വരുന്നത് അയാളുടെ ടീമിന് ഫൈനലിൽ എത്തിച്ചിട്ടാണ് നിരാശപ്പെടുന്നത്. ആൾ കളി പോയതുകൊണ്ടല്ല, ആൾ കളിച്ച് ടീമിന് ഫൈനലിൽ എത്തിച്ച് ഷൂട്ടൗട്ട് തോറ്റുകൊണ്ട് അല്ലെങ്കിൽ പെനാൽറ്റി മിസ്സാക്കിയുകൊണ്ട് ആ ഒരു ഇമോഷൻ എന്നാണ് പുറത്താവത്. അല്ലാതെ 4 ഫൈനൽസ് ആൾ കളിച്ച മൂന്നാമത്തെ വേൾഡ് കപ്പിൽ ടീമിന് ഫൈനൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടീം ആലോചിച്ചു. ആ ടീമിൽ ഒരു 10 പേരെ എണ്ണി പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. 2014 വേൾഡ് കപ്പിലെ ഡിമേരി ഉണ്ട്, ടവസ് ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു വേൾഡ് കപ്പാണ് ആ 2014 മസ്റ്റഡാനുണ്ട്. പിന്നെ ബിഗ്ലിയ ബനേഗ അങ്ങനെ കുറെ ഇപ്പോൾ പിന്നെ വന്നാണ്. അതെ, പിന്നെ അന്നത്തെ നമ്മൾ ഇപ്പോൾ ആലോചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒന്നും ഇല്ലാത്ത ടീമിനെ കൊണ്ട് ആൾ ഫൈനൽ എത്തിച്ചിട്ടുണ്ട്. ആളെ കളി എന്നും അയക്കുന്നുണ്ട്. ഇയാൾ കളിയിൽ ഒരു കുറവ് വന്നിട്ടില്ല. അപ്പോൾ അത് ആ അത്ഭുതം എങ്ങനെ സംഭവം. ആളുടെ മെസ്സിയുടെ പോലെ പ്ലേയേഴ്സിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പിന്നെ ലോ ആയി നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് നന്നായി കളിക്കുക. അത് ഫുട്ബോൾ അങ്ങനെ സയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ കളിക്കാർക്ക് സ്ട്രക്ചർ അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതുകൊണ്ട് ഡ്രിബ്ലിങ് എളുപ്പമാണ്, ടെസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഹൈറ്റുള്ള കളിക്കാർക്ക് അങ്ങനെ പിന്നെ എത്രയും പേസിൽ മൂവ് ചെയ്യുമ്പോൾ പരിക്ക് പറ്റും. മെസ്സിക്ക് പറ്റുന്നില്ല, അതൊക്കെ ശരി. അതുപോലെ ആൾ ഗ്രൗണ്ടിൽ നടക്കുന്നു കുറേ ദൂരം, അത് എനർജി പ്രിസർവ് ചെയ്യുന്നു ഒക്കെ സയൻസൊക്കെ ശരി. അങ്ങനെ കളിക്കുന്ന കളിക്കാർ വേറെ ഉണ്ടല്ലോ. പക്ഷേ അത്ഭുതം എന്ന് പറയുന്നത് ഇയാൾ ഈ 39 വയസ്സിൽ എങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനത് പോസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അയാൾ ബുദ്ധി കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് ഒരു പക്ഷേ ലോകത്ത് അപൂർവം മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഒരു ഇൻ്റലിജൻസ് ഇയാൾക്കുണ്ട് മെസ്സിക്ക്. അയാളെ ബ്രെയിൻ അത്രയും ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാതെ മനുഷ്യക്ക് അയാൾക്ക് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെ ഇന്ന സമയത്ത് ഇടപെടണമെന്ന് തീരുമാനിക്കാനുള്ളൊരു അപാരമായ ശേഷിയുണ്ട്. ഇപ്പോൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഓട്ടിസമുള്ള കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ ഓവർ സൂക്ഷ്മത ഉണ്ടാവും. ചില വിഷയങ്ങൾ ഡീറ്റെയിലിങ്ങിൽ അവർ ഭയങ്കര പിന്നെ മിടുക്കന്മാരായിരിക്കും. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അവിടെ കണ്ടാൽ തന്നെ ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ബുദ്ധിമാരായിരിക്കും. എനിക്ക് തോന്നിയ കാര്യം മെസ്സിക്കും എനിക്ക് തോന്നിയില്ല, ഞാൻ ശ്രദ്ധിച്ച എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് വന്നപ്പോഴാണ്. പിന്നെ ആ സംഗതി ഉണ്ട് മെസ്സിക്ക് ഡീറ്റെയിൽസിൽ സൂക്ഷ്മത അയാൾക്കുണ്ട്. അയാൾ ഈ ഗ്രൗണ്ട് നോക്കുമ്പോൾ അയാൾ ഒരേ സമയം എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ കാര്യങ്ങൾ അയാൾ പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന പോലെ പല കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടീം, ഞാൻ, ഓപ്പണൻ്റ് ടീം, ഓപ്പണൻ്റ് ഗോൾ, ഓപ്പണൻ്റ് ഡിഫൻഡേഴ്സ്, അങ്ങനെ പലതരങ്ങൾ നിമിഷാർദ്ധത്തിലാണ് അയാൾ പിന്നെ ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത്. ഇപ്പോൾ നേരത്തെ ഇയാൾ പറഞ്ഞ സൈഫ് പറഞ്ഞ പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഇപ്പോൾ ലൗതാറോ മാർട്ടിനസ് ആ ക്രോസ് കൊടുക്കുമ്പോൾ മെസ്സി ബോളിലേക്കാണ് നോക്കുന്നത്, ലൗതാറോക്ക് നോക്കുന്നേ ഇല്ല. ആ ക്രോസ് ഇഞ്ച് പെർഫെക്റ്റായിട്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് പോയിട്ട് ഇറങ്ങണം. അത് പോണ വഴിക്ക് ഇംഗ്ലണ്ടിൻ്റെ ഹൈറ്റുള്ള ഡിഫൻഡർമാർ മറികടന്ന് വേണം പോകാൻ. അപ്പോൾ അതിനാവശ്യമായ ഹൈറ്റ് അതിൻ്റെ ഇനീഷ്യൽ ഘട്ടത്തിൽ വേണം. പിന്നെ ഒരു ഏറ്റവും ഹൈറ്റുള്ള അവരുടെ ജോൺ സ്റ്റോൺസിനെ കടന്ന് വേണം താഴ്ത്തിറങ്ങാൻ. ആ സമയത്ത് അവിടെ ലൗതാറോ ഉണ്ടാവും, ഗോഡിക്കും എന്നുള്ള സംഗതി. ഇതൊക്കെ കണക്കൂട്ടിയാൽ മാത്രം പോരാ, അതാ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അതിനാവശ്യമായ തരത്തിലുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത്താണ് അതിനകത്തൊരു പ്രധാന സംഗതി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള കാലത്തോളം ഇയാൾ ശരീരം ഓൾറെഡി അയാൾക്ക് പ്രായമാവുന്നേ ഇല്ല. ശരീരം നമുക്ക് കണ്ടാൽ അറിയാം, ശരീരം വലിയ വ്യത്യാസമൊന്നുമില്ല. ഡ്രിബ്ലിങ് 17 വയസ്സിൽ നടത്തിയ ഡ്രിബ്ലിങ് അത്ര ഇല്ലെങ്കിൽ പോലും അയാൾ ഇപ്പോഴും ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട് മാച്ചിൽ നമ്മുടെ
പിന്നെ ഗോർഡനെയും അതുപോലെ നമ്മുടെ ഹാരികെയിനെയും കടന്നു പോയിട്ട് അവസാനം ഇലിയറ്റ് ആൻഡേഴ്സൻ്റെ ഫൗള് ആയിട്ട് വാങ്ങിയൊരു അവനക്ക് യെല്ലോ കാർഡ് കൊടുത്തൊരു ഓട്ടമുണ്ട്. ഈജിപ്തിനെ ഞാൻ പറഞ്ഞ പോലെ ബോക്സേക്ക് നടത്തിയ റണ്ണുണ്ട്. ഇതൊക്കെ അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. അയാൾ വേണ്ടാച്ചിട്ടാ. കാരണം അയാളുടെ പണ്ടത്തെ തന്നെ അയാൾ വേണ്ടാച്ചിട്ടാ. പണ്ടത്തെ അയാൾ സ്വന്തം കളിക്കാരുടെ ശൈലിക്കനുസരിച്ച് കളി മാറ്റുന്ന, അല്ലാതെ ആൾ ഇതായിട്ടൊന്നുമല്ല. ഈ മറ്റേ ഇംഗ്ലണ്ട് മാച്ചിലെ റൺ എപ്പോഴാണ് നടക്കുന്നത്? ഫസ്റ്റ് ഹാഫിലാണ്. നമ്മളെപ്പോഴും പറയും മെസ്സി സെക്കൻഡ് ഹാഫിൽ അല്ല, ആൾ ഫസ്റ്റ് ഹാഫിലാണ് റൺ നടക്കുന്നത്. അപ്പോൾ അതാളെ കണ്ട് അയാൾ വേണ്ടാച്ചിട്ടാണ്. ഒരു പക്ഷേ ആൾ പിന്നെ ശാരീരിക ക്ഷമതയിൽ ഒരു പക്ഷേ ഒരു 10% 20% കുറവ് വന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഇനിയും കളിക്കാം ഇത്ര കാലം. അപ്പോൾ അയാൾക്ക് അയാളുടെ പിന്നെ ആൾ എടുത്ത തീരുമാനങ്ങൾ, ഇപ്പോൾ അയാൾ യൂറോപ്പിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നുള്ള നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അമേരിക്ക സ്വിച്ച് ചെയ്യുന്നത്. അതൊക്കെ തോന്നുന്നത് പലരും പറയുന്ന സംഗതിയാണ്. ഈ 2026 വേൾഡ് കപ്പ് മുന്നിൽ കണ്ടിട്ട് അതിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട്, സ്വന്തം ശരീരത്തെ ആ ലെവൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അമേരിക്കയിലെ കാലാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ചെയ്താന്നുള്ള ഒരു സംഗതിയുണ്ട്. അതായിരിക്കാം. അപ്പോൾ പിന്നെ അതുപോലെ അയാളുടെ പിന്നെ ആൾ ഒരു പരിക്ക് പറ്റി ഘട്ടമുണ്ട് മെസ്സി, ഓർമ്മ ഉണ്ടോ? മെസ്സിക്ക് കുറച്ച് ആൾ പുറത്തിരുന്ന ഘട്ടം. അതിനുശേഷം അയാൾ ലൈഫ് സ്റ്റൈലിൽ വെച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ആളെ പിന്നെ എന്താ പറയുക, ഡയറ്റും കാര്യങ്ങളായിട്ട് അയാളെ എക്സസൈസ്, ഇയാളെ ഏറ്റവും രസം സംഭവത്തിൽ നമ്മൾ പലപ്പോഴും ഫാൻ ഫൈറ്റിൽ പറയും, ഞാനിവിടെ പറയാൻ പണ്ടോ അറിയില്ല, ക്രിസ്ത്യാനോയുടെ ശരീരത്തെ പറ്റി നമ്മൾ വല്ലാതെ പറയാറുണ്ട്. അയാളുടെ ഫിസിക്സിൻ്റെ ഷർട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിവുഡ് നടന്മാരെ വെല്ലുന്ന തരത്തിലുള്ള ബോഡി എന്ന് പറയും അല്ലേ. മെസ്സിൻ്റെ ബോഡി നമുക്ക് അങ്ങനെ ഒരു സാധാരണ ബോഡിയാണ്, ഒരു സാധാരണ അത്ലറ്റിൻ്റെ ബോഡി, ഭയങ്കര സിക്സ് പാക്ക് ഒന്നുമില്ല. അപ്പോൾ മെസ്സിന് എക്സസൈസിനെ പറ്റിയിട്ട് പറയാറുണ്ട്, അയാൾ ഒരിക്കലും ഈ ബോഡിക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നില്ല, അയാളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റെ ശരീരമാണ് ഞാൻ, എൻ്റെ മനസ്സിന് മുകളിൽ കൺട്രോൾ വേണം, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിന് കൺട്രോൾ വേണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക, അത് സൂക്ഷ്മമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം മെസ്സി ചെയ്തത്. അതിൻ്റെ റിസൾട്ടാണ് ഈ ഇപ്പോൾ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര പണ്ടൊക്കെ ഒരു ഗോൾഡ് തോറ്റ് നിൽക്കുമ്പോൾ അയാളുടെ മൂവ്മെൻറ്റിൽ നമുക്ക് എന്തോ ഒരു മൈനസ് വന്നു പോയോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പൊ അതില്ല. മെസ്സി അർജന്റീന ഗോൾ വാങ്ങിയോ? ഓക്കെ. പിന്നെ വേറെ എന്താ വെച്ചാൽ ആളുടെ ഇമോഷണൽ കൺട്രോൾ വിട്ടുകഴിഞ്ഞാൽ മെസ്സിക്കല്ലേ പ്രശ്നം. അതെ അതെ, അപ്പുറത്തെ ആളുകൾക്ക് പ്രശ്നം. അതെ അതെ, അർജന്റീനക്കാര് മൊത്തം ഈ ഇമോഷൻ മേലെ ഇങ്ങനെ കളിക്കുന്ന ആളുകളാണ്. അർജന്റീന ഇയാളെ ഫാൻസാണ്. മെസ്സി ഫാൻസ് ഏറ്റവും വലിയ, മെസ്സി ഫാൻസിന്റെ ഏറ്റവും വലിയ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ അർജന്റീന ടീമാണ്. ഇപ്പൊ റിക്വൽമി തന്നെ നോക്കി, റിക്വൽമി 32-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് പോയി. അയാള് ആകെ ഒരു വേൾഡ് കപ്പാണ് കളിച്ചത്. അയാൾ മറഡോണയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് 2010 കളിക്കാണ്ട് പോയത്. ഒക്കെ ഇമോഷൻസിന്റെ പുറത്ത്. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2010 എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒക്കെ ഇമോഷൻസ് ആണ് പ്രശ്നം. അപ്പൊ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഇമോഷണൽ ലെവൽ എന്തായിരിക്കും എന്നുള്ളതാണ്. മെസ്സി ഹൈലി ഇതൊക്കെ പറയുമ്പോൾ മെസ്സി ഹൈലി ഇമോഷണലാണ്. ഈ വേൾഡ് കപ്പിൽ നോക്കിയാൽ ചില മാച്ചസിൽ ഈജിപ്ത് മാച്ചിന്റെ ആൾ കരഞ്ഞിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ട് ആൾ കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കോപ്പയിലും കരഞ്ഞില്ല, നേരത്തെ സബ് ചെയ്തതിന്. അപ്പോൾ അതുണ്ട്, ആൾ ഇമോഷൻസ് പക്ഷെ അത് എപ്പോഴാണ് മാച്ചിന് ശേഷം എൻ്റെ കൺട്രോൾ ഇടാൻ പാടുള്ളൂ എന്നുള്ള അയാൾ തീരുമാനിക്കാൻ കഴിയുന്നതാണ് അയാളുടെ ഒരു. അപ്പോൾ അത്രയും സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിൻ്റെയും മേൽ കൺട്രോളുള്ളൊരു മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യന്മാർ ഒന്നുകിൽ വലിയ കൊടും ക്രിമിനലുകളായിരിക്കാം. അത്രയും ഞാൻ മറ്റേതിൽ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാത്തൊരു കക്ഷിയാണ് അയാള്. അയാള് നോ എന്ന് പറയുന്നത് വരെ അതാണോ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ കാര്യങ്ങൾ അയാൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ആർക്കും ആ ടീമിൽ സ്കലോണിക്ക് പോലും ഇല്ല അതിന് കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം മെസ്സി സ്കലോനി ഞാൻ പറഞ്ഞില്ല, സ്കലോനി ഒരു ടാക്ടീഷ്യൻ ആണ്. അയാൾ ഈ എന്താ പറയാ UEFA പ്രോ ലൈസൻസ് എടുത്തപ്പം അന്ന് ഇയാളുടെ ശിഷ്യനാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ പാസിംഗ് ഫുട്ബോളിന്റെയും പൊസിഷൻ ഫുട്ബോളിന്റെ കടലുകളുള്ള കളിക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണ് സ്കലോനി. സംശയമൊന്നുമില്ല. കാരണം പെക്കർമാൻ്റെ കാലത്തല്ല അയാൾ സ്കലോണി കളിച്ചത് 2006 അല്ലേ. അന്ന് ആ ഒരു സ്റ്റൈലുള്ള ആളാണ്. അന്ന് ഇയാളുടെ സ്റ്റാഫിലുള്ള ആൾക്കാരൊക്കെ, വാൾട്ടർ സാമുവലാവട്ടെ അയാളാവട്ടെ, ഇവരൊക്കെ ആ സ്റ്റൈലിൻ്റെ ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് ആൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എന്താണ്? മെസ്സിന്ന് സാധനം ഇവിടെ ഉണ്ട്. ഇതുള്ള കാലത്തോളം, ഞങ്ങളെ കയ്യിൽ അത്ഭുത നിധി ഉള്ള കാലത്തോളം അത് ഓസുക എന്ന് പറയുമോ, അതിനെ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ അയാളെ വിറ്റിട്ടല്ലോ താൻ ജീവിക്കുന്നത്. അയാൾ ഓസിയിട്ടല്ല താൻ ജീവിക്കുന്നത്. അത് അത്ര തന്നെ സ്കലോണി ചോദിക്കാൻ പറ്റിയ ഡയലോഗ് തന്നെ. മെസ്സി ഓസിയിട്ടില്ല താൻ ജീവിക്കുന്നത്. കറക്റ്റാണ്. പക്ഷെ അത് സ്കലോണിക്കേ പറ്റുള്ളൂ. എത്ര കോച്ചുമാർ വന്നുപോയി, സാക്ഷാൽ മറഡോണ അടക്കം വന്നുപോയി. അവരുടെ കയ്യിലൊക്കെ മെസ്സിയെ കിട്ടി. സബെല്ലയാണ് പിന്നെ കുറച്ചും കൂടി. അതെ. പക്ഷെ അതിൽ വേറെ കാര്യം നമ്മൾ പറയണം കേട്ടോ. സ്കലോനി എന്ന ആളെ പറ്റിയപ്പോൾ നമ്മൾ പറയണം. നമ്മൾ ഒരു പക്ഷേ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് ഇല്ല ഈ വേൾഡ് കപ്പിൽ. ദശാംശിനെ പറ്റി പറയാറുണ്ട്, നമ്മൾ തുഹേൽ കൊണ്ടുവന്നതിനെ പറ്റി, ദലാഫോനെ പറ്റി പറഞ്ഞു, നമ്മൾ പിന്നെ നെസ്റ്റർ ലോറൻസിനെ പറ്റി പറഞ്ഞു, ബിയൽസിനെ പറ്റി പറഞ്ഞു, ആൻസലോട്ടിയെ പറ്റി എല്ലാം പറയും. പക്ഷെ നമ്മൾ സ്കലോനിനെ പറ്റി അധികം സംസാരിക്കാറില്ല. നമ്മൾ വിചാരിക്കും മെസ്സി ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു പോകുന്നു. അങ്ങനെയല്ല. സ്കലോനിയെ നിങ്ങൾ നോക്കണം, ജെൻസി പിള്ളേരാണ് ടീമിൽ ഉള്ളത്. അതിലുള്ളത് ഒരു മൂത്താപ്പയാണ് മെസ്സി. 33 വയസ്സുള്ള ആൾ. ഏജ് ഡിഫറൻസ് ഒക്കെ ഇപ്പോൾ ഡീപോൾ ഒക്കെയാണ് പിന്നെയുള്ള ഒരു ഏജിങ്. ഓട്ടോമാറ്റിക് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അധിക കളിക്കാരും ഒന്നുകിൽ 2000-ന് ശേഷം അല്ലെങ്കിൽ അറൗണ്ടിൽ ജനിച്ച മനുഷ്യന്മാരാണ്, കുട്ടികളാണ്. അല്ലെങ്കിൽ ഏറിപ്പോയാലും ഒരു 95 ആ സമയത്ത് ജനിച്ച മനുഷ്യന്മാരുള്ളത്. അങ്ങനത്തെ കളിക്കാരെയും ഒരു സീനിയർ പ്ലെയറിനെയും
ആ സീനിയർ പ്ലെയറിന് വേണ്ടി കളിക്കാരെ കൊണ്ട് കളിപ്പിക്കുക, ഈ ഒരു മോട്ടിവേഷൻ ത്രൂ ഔട്ട് കൊണ്ടുപോകുക, അത് ചില്ലറ പണിയൊന്നുമല്ല. അത് മെസ്സിക്ക് വേണ്ടി ആ ടീമിനെ പാകപ്പെടുത്തുക. അപ്പം അതിനകത്ത് മെസ്സിക്ക് എന്തൊക്കെ വേണ്ടി കുറച്ച് പിള്ളേരെ സെറ്റ് ചെയ്തു, ഫാൻസ് ആയ കുറെ അതെ, പിള്ളേർ. അതിനൊക്കെ എന്തൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പറഞ്ഞു എൻസോ ഒക്കെ അദ്ദേഹത്തിന് ലെറ്റർ എഴുതിയ 2015 അത് പറ 2015 അദ്ദേഹം 15 16 റിട്ടയർ ആയപ്പോഴാണ് തോന്നുന്നുണ്ട്, റിട്ടയർ ആവരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എൻസോ ഫെർണാണ്ടസ്. അന്ന് അയാൾക്ക് 15 വയസ്സ് അങ്ങനെയാണ് ഈ എൻസോ ഫെർണാണ്ടസിനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഈ ഫാൻസിനെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുക. ഇപ്പോൾ ഈ ടീമിനെ കണ്ടെടുത്ത് തന്നെ നമുക്കറിയാം, ഒരു പിന്നെ പ്രാക്ടീസ് മാച്ചോനും കളിക്കാതെ തന്നെ പല കളിക്കാരെയും ജുലിയൻ അൽവാരസും മെക്കാലിസ്റ്ററും ഒറ്റ ക്വാളിഫിക്കേഷനോടുള്ള ഒരു മാച്ച് പോലും കളിച്ചിട്ട് 2022 എന്നാൽ നേരെ ടീമിലേക്ക് എത്തുന്നത്. ടീമിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ അതൊരു മാനേജറുടെ അത് ഒരു പക്ഷേ അത് മാനേജ്മെൻറ്റ് നേരത്തെ നമ്മൾ ഈ വേൾഡ് കപ്പിൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മോശം പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പോർച്ചുഗൽ തന്നെ ടീം എങ്ങനെയാണ് ഔട്ടായത് നമ്മൾ എന്താ പറയുക ചകിഞ്ഞ് നോക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ആ മാനേജർക്ക് ആ ടീമിനെ കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ യൂറുഗൈ തീർച്ചയായിട്ടും ബിയൽസിൻ്റെ യൂറുഗൈ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ഈ ഇയാളത് അങ്ങനെയല്ല. ഇയാൾ ഇത്രയും വലിയൊരു എന്തു പറഞ്ഞാലും ഈ കളിക്കാർക്കൊക്കെ എന്താ വെച്ചാൽ അവരുടെ ഒരു ഫുട്ബോളേഴ്സ് ആണല്ലോ, ഒരു നിയോഗമാണ്. നമ്മൾ അർജന്റീനക്കാർ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. സ്കലോണി ആ ഒരു നിയോഗം പേറി വന്ന ഒരാൾ മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോ ക്ലാസ് ഒരാളിലൂടെ വേൾഡ് കപ്പും 2 കോപ്പയും. പക്ഷേ വേറൊന്നും കൊണ്ട് സ്കലോണിയെങ്കിൽ സാധാരണ മാനേജർമാർക്ക് സംഭവിച്ചാൽ അവരെ ഒരു സെക്കൻഡ് അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ തേർഡ് അസിസ്റ്റൻ്റോ ഒക്കെ അല്ല ഇവരുടെ കീഴിലുള്ള മനുഷ്യന്മാരാണ്. സ്കലോണിക്കല്ല, സ്കലോണിക്ക് ഇപ്പോൾ മറ്റാളുടെ കൂടുതൽ ആൾക്കാർ ഈ മാച്ചിൻ്റെ അടുക്കുക അല്ലെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇയാൾ വാൾട്ടർ സാമുവലായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? ഐമർ അയാളായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ടീമാണ് ആക്ച്വലി. ഈ അർജന്റീന ടീം പറയുമ്പോൾ പ്രൊജക്ട് എന്നതുപോലെ തന്നെ അവിടെ കോച്ചിങ് ടീമാണ് അവിടെ. അതിനകത്താണ് ആ ടീം എനിക്ക് തോന്നുന്നു ആ കോച്ചിങ് ടീമിലും ഇതിലുള്ള ഒരാൾ മെസ്സിയാണെന്നൊക്കെ തോന്നുന്നുള്ളത്. ആ ടീമിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഭാഗമാണ് മെസ്സി. കാരണം മെസ്സി അന്ന് 2006 വേൾഡ് കപ്പ് കളിച്ച ഈ ടീമിൽ സ്കലോണി കളിച്ച ടീമിലുള്ള പ്ലെയറാണ്. അന്ന് മെസ്സിൻ്റെ ഫാനാണ് ചങ്ങായി ഈ സ്കലോണി. സ്വാഭാവികമായിട്ടും അയാളും പറഞ്ഞ പോലെ ഈ ഇതിഹാസത്തെ എങ്ങനെ കൊണ്ടുനടക്കല്ലേ. ഇപ്പോൾ ലോകത്തെ ഏത് മാനേജർമാർക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ഇതിഹാസത്തിൻ്റെ പോലെ. ഇപ്പം മൗറീനോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെസ്സിയെ കോച്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും പറ്റാത്ത ഭാഗ്യം ഈ മെസ്സിയെ വെച്ച് കളിപ്പിക്കുന്നു, അയാളുമായിട്ട് ജയങ്ങൾ ഉണ്ടാക്കുന്നു, അത് വെച്ച് ലോകം ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്കലോനിക്ക് കൂടി ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ വേൾഡ് കപ്പിൽ മെസ്സിൻ്റെ റൺ ഞാൻ കാണുന്നത്. നമുക്ക് അദ്ദേഹം ഒരു ഫൈനൽ ലാഫ് ഉണ്ടാവട്ടെ എന്ന്. മെൻറ്റാലിറ്റിയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി. ആ മെൻറ്റാലിറ്റി ആ പിള്ളേരിൽ കഴിഞ്ഞ 2022 ഉണ്ടായിരുന്ന മെൻറ്റാലിറ്റി എന്താണോ അത് അങ്ങനെ തന്നെ കുറെ കൂടി കൂടിയാലേ ഉള്ളൂ. അതിലതുകൂടി മെസ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറിയ സംഗതി ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ മെസ്സി റഫ് ആൻഡ് ടഫായി മാറി കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ. ചൂടാൻ തുടങ്ങിയില്ലേ? നെതർലാൻഡ്സിന് ശേഷമുള്ള ആ മാച്ചിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഇയാളെ മറ്റേ ഈ നമ്മുടെ വാൻഹാളിനെതിരെ അല്ലേ പോയി ചൂടാവുന്ന ഒരാളെ മറ്റേ എന്താ ഓഹോന്നുള്ളത് ഈ ട്രോളന്മാർ. അതിനുശേഷമാണ് അങ്ങനത്തെ ഒരു മെസ്സിനെ. അതിന് മുമ്പ് വരെയൊക്കെ മെസ്സിനെ ഫൗൾ ചെയ്താലും എണീറ്റ് ബോളിന്റെ പിന്നാലെ ഓടുന്ന ഒരു മെസ്സിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മെഡൽ ഫൗൾ ചെയ്യുന്നുണ്ട്. മെഡൽ ഗാരി മെഡൽ ചിലിയുടെ. അപ്പോൾ മറ്റേ നമ്മുടെ ഡിപ്പോൾ ഇങ്ങനെ ഓടി വരുന്ന ഒരു സീനൊക്കെ കണ്ടിട്ടില്ലേ? അന്നൊന്നും മെസ്സി അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും. ഇവരൊക്കെ എന്താ വെച്ചാൽ അർജന്റീനക്ക് വേണ്ടി കളിക്കണേക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്യണ ബാക്കി എല്ലാവരും മെസ്സിക്ക് വേണ്ടി കളിക്കുന്നത്. അതാണ് സംഗതി. അർജന്റീന ഒരു ദേശീയതാ വികാരം. ഇപ്പൊ നോക്ക്, ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഏറ്റവും കൂടി പറയണം. ഇപ്പൊ ഹെവിയർ മില്ലി എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞ മാച്ചിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടായി. ഫോക്ലാൻഡ് ദ്വീപുകളെ പറ്റിയിട്ടൊരു ഇമോഷണൽ സംഗതികൾ അർജന്റീന പ്ലേയേഴ്സ് ആ ബാനർ പൊക്കി പിടിച്ചു. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പിന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പിന്നെ കെയർ സ്റ്റാമർ അയാൾ പിന്നെ എന്താ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട് ഇവർ അർജന്റീന അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് ഈ ചങ്ങായി ഹെവിയർ മില്ലി എന്ന് പറയുന്ന ആ ചങ്ങായി പറയാണ് അർജന്റീനക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന്, സ്വന്തം ടീം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യനാണ് ആൾ. ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടീം ഒന്നുമില്ലെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്തിൽ മിണ്ടാണ്ടെന്നൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അർജന്റീന എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിനല്ല ഇത് ആവശ്യം, അല്ല അർജന്റീന എന്ന് പറയുന്ന ദേശീയതയ്ക്കല്ല ഇത് ആവശ്യം. ഇത് ആക്ച്വലി അർജന്റീന ഫുട്ബോൾ എന്ന് പറയുന്ന ഫാക്ടറിനാണ് ഈ വേൾഡ് കപ്പ് ആവശ്യം. ഞാൻ പറഞ്ഞ എന്താ പറയുക, അർജന്റീനയുടെ പൊളിറ്റിക്കൽ ദേശീയത ഒന്ന് വേറെയും ഫുട്ബോൾ ദേശീയത ഒന്ന് വേറെ. പൊളിറ്റിക്കൽ ദേശീയത ഐക്കണായിട്ട് മെസ്സി നിൽക്കുന്നു, മറ്റേത് വേറെ. നമ്മൾ രണ്ടുപേരും അതിനോട് യോജിക്കുന്നു. പൊളിറ്റിക്സ് ഒരിക്കലും ഫുട്ബോൾ വരുന്നില്ല. അപ്പോൾ അത് പിന്നെ മറഡോണ നമ്മൾ ഒരു കാര്യം കൂടി പറയണം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം നമ്മൾ 39 വയസ്സിൽ കാണുമ്പോൾ ഞാൻ ഇതേ മെസ്സി പുലർത്തുന്ന ഈ സൂക്ഷ്മതയും ബുദ്ധിയും അച്ചടക്കും പിന്നെ പ്രിപ്പയർനെസ്സൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മറഡോണ നമ്മൾ പിന്നെ മറഡോണയ്ക്ക് നമുക്ക് കുറച്ചും കൂടി നല്ല മറഡോണയെ ഇപ്പോഴും മറഡോണയെ കണ്ടേനെ എന്നൊക്കെ നമ്മൾ വിധി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കാരണം അയാളുടെ ലൈഫിൽ ലേറ്റർ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. 95 വേൾഡ് കപ്പിലെ 94 വേൾഡ് കപ്പിലേക്കാൾ വന്ന വരവൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആൾ തിരിച്ചു കൊണ്ടുവന്ന ഭയങ്കര സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അയാൾ ഇരുട്ടുന്ന തിരിച്ചു വരികയാണ്. അപ്പോൾ അതിന് പ്രതിഭ ഉണ്ടായേക്ക്. പക്ഷേ മെസ്സി ഉള്ള ഒരു അച്ചടക്കം, ആ ഒരു പിന്നെ അധ്വാനം, ആ ഒരു സൂക്ഷ്മത പുലർത്തിയിരുന്നെങ്കിൽ
ഒരു പക്ഷേ മറഡോണ നമുക്ക് കിട്ടിയിരുന്നു. അതുപോലത്തെ റൊണാൾഡീഞ്ഞോ എന്തെല്ലാം പ്ലേ, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് പന്ത് കാലുകൊണ്ട് തൊട്ട മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല കളിക്കാർ റൊണാൾഡീഞ്ഞോ എന്ന് എപ്പോഴും വിശ്വസിക്കാം. മെസ്സി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് കിട്ടിയില്ല. മറഡോണയുമായിട്ടുള്ള താരതമ്യപ്പെടുത്തൽ ഒരേപോലെ നമുക്കൊരു ആത്മവിശ്വാസം ഒപ്പം ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് വേൾഡ് കപ്പ് 86 വേൾഡ് കപ്പ് അടിച്ചു, തുടർച്ചയായ 2ാം വേൾഡ് കപ്പിൽ കരഞ്ഞാണ് കയറിപ്പോയത് ആ ഫൈനലില്. അപ്പോൾ വേണ്ട അങ്ങനത്തെ ഒന്നും വേണ്ട. എന്തായാലും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, വാമോസ്. അതിനി വാമോസ് അർജന്റീന ആണെന്നോ വാമോസ് എസ്പാന ആണെന്നോ നിങ്ങൾ തീരുമാനിച്ചോ. ഓക്കെ, ബൈ.